ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബേക്ക് മൈ ഡേ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഒതൻറ്റിക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു ട്രസ്ലെറ്റസ് കേക്ക് ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. മിൽക്ക് കേക്ക്, ടർക്കിഷ് കേക്ക് എന്നൊക്കെ പേരിൽ കേക്ക് അറിയപ്പെടും. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോണ ടൈപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അതിനാദ്യം നമ്മളൊരു സ്പഞ്ച് റെഡിയാക്കണം. എന്നിട്ട് അതൊരു മിൽക്ക് വെച്ചിട്ടുള്ള ഒരു സോസ് വെച്ചിട്ട് അത് നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് ഒക്കെ വെക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മൈദ 3/4 കപ്പ്, എഗ് യോക്ക് 2 എണ്ണം, എഗ് വൈറ്റ് 4 എണ്ണം, ഷുഗർ 1/2 കപ്പ്, മിൽക്ക് 1/2 കപ്പ്, വാനില എസൻസ് 2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോൾട്ട് 1/4 ടീസ്പൂൺ, ലൈം ജ്യൂസ് 1/2 ടീസ്പൂൺ. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്ക് എഗ് വൈറ്റ് ലൈം ജ്യൂസും ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഷുഗർ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല സ്റ്റിഫ് പീക്സ് ആവുന്ന വരെ ബീറ്റ് ചെയ്യണം. എഗ് വൈറ്റ് ഇപ്പം നല്ല സ്റ്റിഫ് പീക്കായിട്ടുണ്ട്. ഇനി സ്റ്റോപ്പ് ചെയ്യാം. കണ്ടില്ലേ, നല്ല സ്റ്റിഫ് പീക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മൈദയിൽ ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ സാധാ ഒരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി വേറൊരു ബൗളിൽ എഗ് യോക്കും അതേപോലെ വനില എസൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. എപ്പോഴും എഗ് യോക്കിൽ വാനില എസൻസ് ആഡ് ചെയ്യുമ്പം എഗ്ഗിൻ്റെ സ്മെല്ല് മാറിക്കിട്ടാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് അളന്നു വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ആ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്യണ്ട. ജസ്റ്റ് അതൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഇനി മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ആ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറേ നേരം ഒന്നും ബീറ്റ് ചെയ്യണ്ട. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്താൽ മതി. ഇനി എഗ് വൈറ്റിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഈ എഗ് യോക്ക് മൈദ മിക്സിലേക്ക് ഇതേപോലെ ആഡ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു ഇളക്കി കൊടുക്കുമ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടുന്ന ആ ഒരു പരുവം വരെ നമുക്ക് എഗ് വൈറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എഗ് വൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കണം. ഇത്തരം ബാറ്ററുകൾ ഇങ്ങനെ മിക്സ് ചെയ്യാൻ നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ബാറ്റർ താഴ്ന്നു പോകും. അപ്പം നമുക്ക് ശരിക്ക് സ്പഞ്ചൊന്നും പൊന്തി വരില്ല. പിന്നെ
ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാറ്റർ അതിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൻ യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. 180 ഡിഗ്രി സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറായിട്ട് യൂസ് ചെയ്യുന്ന ഓവനിലാണെങ്കിൽ ഇത് 160 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യേണ്ടത്. 20 to 25 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. സ്പഞ്ച് റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സോസ് റെഡിയാക്കാം. അതിനാവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക് വേണം. സാധാ മിൽക്കായാലും പ്രശ്നമില്ല, പക്ഷേ ടേസ്റ്റ് ഇവാപ്പറേറ്റഡ് മിൽക്ക് യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ 1/2 കപ്പ് ക്രീം, ഡയറി ക്രീം ആണെങ്കിൽ നല്ലത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് നിങ്ങൾക്ക് മധുരം ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട, ഒരു നുള്ളുപ്പ്. അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കേണ്ടത്. എന്നിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. സ്പഞ്ച് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ സോസ് ഇതിൽ ഒഴിക്കണം. ഇനി സ്പഞ്ച് ചൂടാറി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നിറയെ ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ സോസ് ഒഴിക്കണം. അത് ശരിക്കും അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ജ്യൂസി ടൈപ്പ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പാലും ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ സോസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അത് അബ്സോർബ് ആയതിന് ശേഷം അടുത്ത ബാച്ച് ഒഴിക്കണം. അങ്ങനെ വേണം ഇതിൽ നമ്മൾ ആ സോസ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതൊരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. മിനിമം 5 hours എങ്കിലും വെക്കണം. എങ്കിലേ ശരിക്കും നമുക്ക് ആ സോസൊക്കെ സ്പഞ്ച് അബ്സോർബ് ആയിട്ട് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇനി ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. മധുര ആവശ്യത്തിന് ഐസിങ് ഷുഗറും ഇച്ചിരി വനില എസൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല തിക്കാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ബീറ്റ് ചെയ്ത ക്രീം കുറേശ്ശായിട്ട് കേക്കിൻ്റെ മീതെ ഐസിങ് ചെയ്യണം. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ സ്പഞ്ച് സോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പം ശരിക്കും നല്ലൊരു ക്ലിങ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ മേലെ ഡ്രൈ ആയി പോകും. കേക്ക് ഇപ്പോൾ ഐസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ട്രേയിൽ തന്നെ വെച്ച് ഐസിങ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ സാധാ കേക്ക് ചെയ്യുന്ന പോലെ കേക്ക് ബോർഡിൽ വെച്ചിട്ട് തന്നെ സോക്ക് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഐസിങ് ചെയ്യാനും ഈസി ആയിരിക്കും. ട്രേയിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഈസിയാവും കേക്ക് ബോർഡിൽ വെച്ചിട്ട് ഐസിങ് ചെയ്യുമ്പോൾ.